ഹലോ മക്കളെ, മൊഡ്യൂൾ എക്സാമിങ് എടുത്തു. നമുക്ക് മാർക്ക് റൂമിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്. മക്കളെ, ഈ ഒരു കോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? C = 10. ഇത് ഗ്ലോബൽ വേരിയബിൾ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ C = 10, സിയുടെ വാല്യൂബിൾ 10 ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫംഗ്ഷനെ കോൾ ചെയ്യും. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്താണ്? ഈ ഫംഗ്ഷനിലോട്ട് പോകും. ഏത് ഫംഗ്ഷൻ ആണ്? ഈ ഒരു ഫംഗ്ഷനിലോട്ട് പോകും. അപ്പോൾ C ആണ് മക്കളെ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ സിയുടെ വാല്യൂ എത്ര മക്കളെ? 10 ആണ്. 10 ആണല്ലോ. അപ്പോൾ 10 ആകുമ്പോൾ C = C+2 എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? 10 + 2 12 ആയിരിക്കും. ദെൻ പ്രിന്റ് സിയുടെ വാല്യൂ 12 എൻഡ് ക്യാരക്ടർ ഹാഷ് പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് അടുത്ത് നോക്കാം, സിയുടെ വാല്യൂ 15 ആണ്. ദെൻ സിയുടെ വാല്യൂ 15 ആണ്. 15 എൻഡ് ക്യാരക്ടർ മക്കളെ പെർസെൻറ്റേജ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ഔട്ട്പുട്ട്, അഥവാ ഓപ്ഷൻ സി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. L1 = ഒരു ലിസ്റ്റ് തന്നേക്കുന്നു, L2 = ഒരു ലിസ്റ്റ് തന്നേക്കുന്നു. ഇവിടെ പറഞ്ഞേക്കുവാണ് നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് മാത്രം റൈറ്റ് ചെയ്യാം. ഇവിടെ വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുവാണ്, റൈറ്റ് എ സ്റ്റേറ്റ്മെന്റ് ടു കൗണ്ട് ദ ഒക്കറൻസ് ഓഫ് ദി 4 in L1. ഈ 4 എന്ന് പറഞ്ഞ എലമെന്റ് L1 എന്ന് പറഞ്ഞ ലിസ്റ്റിനകത്ത് എത്ര ടൈംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. മക്കളെ, ഏത് മെത്തേഡാണ്? ആ കൗണ്ട് മെത്തേഡ് ഇല്ലേ? കൗണ്ട് മെത്തേഡ് നമുക്ക് നിങ്ങൾ റൈറ്റ് ചെയ്യാൻ പറ്റും. L1 ആണ് ലിസ്റ്റ് എങ്കിൽ L1.count ബ്രാക്കറ്റിൽ 4 കൊടുത്താൽ എന്താകും? ആ 4 എത്ര ടൈംസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ബി പാർട്ട് ക്വസ്റ്റ്യൻ പറയുകയാണ്, റൈറ്റ് എ സ്റ്റേറ്റ്മെന്റ് ടു സോർട്ട് എലമെന്റ്സ് ഓഫ് ലിസ്റ്റ് L1 ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ നമ്മുടെ ഈ പറഞ്ഞ L1 എന്ന് പറയുന്ന ലിസ്റ്റ് ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ സോർട്ട് ചെയ്യുക. ഏത് മെത്തേഡ് ഉപയോഗിക്കാം? സോർട്ട് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ എക്സാം വരുന്നത് ജൂൺ 1 രാവിലെ 10 മണിക്കാണ്. അപ്പോൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ദി ബെസ്റ്റ്.